അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ അക്കീദയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. ഒന്ന് യോജിപ്പിക്കാം എന്നുള്ളതാണ്. അതിൽ ബ്രാക്കറ്റിലുള്ള നമുക്കൊന്ന് വായിച്ചു നോക്കാം. കാഴ്ച നൽകുന്നു കിത്തുമാൻ, കഴിവില്ലാത്തവനാവൽ ഒട്ടകം, കൈ പ്രകാശിക്കുന്നു ഖാദിറെ ഹാഫൂന്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. ഒന്ന് മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ശരിയായ ഉത്തരം? എന്താണ്? കൈ പ്രകാശിക്കുന്നു. എന്താണ്? കൈ പ്രകാശിക്കുന്നു. ഇനി രണ്ടാമത്തത് കഴിവുള്ളവൻ, കഴിവുള്ളവൻ ഖാദിർ. ഏതാണ് ഉത്തരം? ഖാദിർ. 3 മറച്ചുവെക്കൽ, മറച്ചുവെക്കൽ എന്താണ്? കിത്തുമാൻ. എന്താണ്? കിത്തുമാൻ. 4 സ്വാലിഹ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം ഒട്ടകം. അവിടെ എന്താണ് ശരിയായ ഉത്തരം? ഒട്ടകം. 5 അർഷിനെ ചുറ്റുന്നവർ, ഹർഷിനെ ചുറ്റുന്നവർ ഹാഫൂൻ. എന്താണ്? ഹാഫൂൻ. ഇനി 6 ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം കാഴ്ച നൽകുന്നു. എന്താണ്? കാഴ്ച നൽകുന്നു. ഇനി 7 കൗനുഹു ആജിസൻ, കൗനുഹു ആജിസൻ കഴിവില്ലാത്തവനാവൽ. എന്താണ്? കഴിവില്ലാത്തവനാവൽ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന് വിപരീതം എഴുതാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് നോക്കാം. ബലാദത്ത്, ബലാദത്തിന്റെ വിപരീതം എന്താണ്? ഫത്താനത്ത്. എന്താണ്? ഫത്താനത്ത്. 2 ഫത്താനത്തിന്റെ വിപരീതം എന്താണ്? ബലാദത്ത്. ഇനി 3 ബക്കായ്, ബക്കായിന്റെ വിപരീതം ഫനായ്. എന്താണ്? ഫനായ്. 4 തബലിയെ, തബലിന്റെ ഏതാണ്? കിത്തുമാൻ. ഏതാണ്? കിത്തുമാൻ. ഇനി മൂന്നാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹും ആദമുൻ ഡാഷ്. അവിടെ എന്താണ്? എങ്ങനെയാണ് വരിക? പൂർത്തിയാക്കാനുള്ളതാണ്. ഹും ആദമുൻ ഇദ്രീസ് നൂഹും ഹൂദുമാ, ഹും ആദമുൻ ഇദ്രീസ് നൂഹും ഹൂദുമാ. ഇനി 2 സ്വാലിഹ് വ ഇബ്രാഹിം, സ്വാലിഹ് വ ഇബ്രാഹിം കുല്ലും മുത്തബാ, കുല്ലും മുത്തബാ. ഇനി 3 ലാ യഅസൂനല്ലാഹ ഡാഷ് മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. ഇനി 4 ഇല്യാസ വ മൂസ, ഇല്യാസ മൂസ സക്കരിയ യഹ്യ, സക്കരിയ യഹ്യ. ഇനി 4 ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മോജിദത്ത് എന്നാൽ എന്ത്? മോജിദത്ത് എന്നാൽ എന്തെന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം എന്താണ്? നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് മോജിദത്തുകൾ എന്ന് പറയുന്നു. എന്താണ്? നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് മോജിദത്തുകൾ എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ബിദ്അത്ത് ലൊലാലത്ത് എന്നാൽ എന്ത്? ബിദ്അത്ത് ലൊലാലത്ത് എന്നാൽ എന്ത്? ഉത്തരം ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരെ ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ ബിദ്അത്ത് ലൊലാലത്ത് ആണ്. എന്താണ്? ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരെ ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ ബിദ്അത്ത് ലൊലാലത്താണ്. ഇനി മൂന്നാമത്തത് സുന്നത്ത് എന്നാൽ എന്ത്? സുന്നത്ത് എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ സുന്നത്ത് പറഞ്ഞാൽ എന്താണ്? ഉത്തരം നബിയുടെ വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് നബിയുടെ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? നബിയുടെ വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് നബിയുടെ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 5 സഫറത്ത് വിഭാഗത്തിന്റെ ജോലി എന്ത്? എന്താണ് അവരുടെ ജോലി? ഉത്തരം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവർ. ആരാണ്? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവർ. ഇനി അടുത്തത് 4 എഴുതാനുള്ളതാണ്. ഖിയാമത്ത് നാളിന്റെ 4 അടയാളങ്ങൾ എഴുതാനാണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ഉഹ്റവിയായ ഉലമാക്കളെല്ലാം മരണപ്പെടുക, അറിവില്ലായ്മ വർദ്ധിക്കുക, വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം എന്നിവ അധികരിക്കുക, സ്ത്രീകൾ പുരുഷന്മാരേക്കാൾ വർദ്ധിക്കുക, അർഹതയില്ലാത്തവർ കൈകാര്യകർത്താക്കളാവുക, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, പൊതുമുതൽ സ്വന്തമാക്കുക, പള്ളിയിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയരുക. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4 എഴുതിയാൽ മതി. അതൊക്കെയാണ് ഉഹ്റവിയായ ഉലമാക്കളെല്ലാം മരണപ്പെടുക, അറിവില്ലായ്മ വർദ്ധിക്കുക, വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം എന്നിവ അധികരിക്കുക, സ്ത്രീകൾ പുരുഷന്മാരേക്കാൾ വർദ്ധിക്കുക. അപ്പോൾ ഇതുവരെയുള്ള ഇന്നത്തെ ക്ലാസ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറണേ.